എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 69 ഇന്ന് ആരംഭിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ചു. ആ നരകാസുരൻ ബന്ധനത്തിലിട്ടിരുന്ന അനേകം സ്ത്രീകളെ ഭഗവാൻ ഒറ്റയ്ക്ക് എല്ലാവരെയും ഈ 60,000 സ്ത്രീകളെ വിവാഹം ചെയ്തു. ഇത്ര അധികം ഭാര്യമാരോടുകൂടി ഈ ഭഗവാൻ എങ്ങനെ രമിച്ചിരിക്കണത് ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം നാരദ മഹർഷിക്ക് ഉണ്ടായി. അങ്ങനെ ആലോചിച്ചിട്ട് നാരദൻ ഭഗവാന്റെ ഈ മായാവൈഭവം കാണണം എന്നുള്ള കൗതുകത്തോടു കൂടി ദ്വാരകയിലേക്ക് വരികയാണ്. സർവമംഗളസ്വരൂപനായ ഭഗവാൻ വസിക്കുന്ന ആ ദ്വാരകയുടെ ആ ശോഭാവിശേഷം വർണ്ണിക്കാനൊന്നും ആർക്കും സാധിക്കില്ല. എങ്കിലും വ്യാസഭഗവാൻ അത് അത്യസുന്ദരമായിട്ട് ആ ദ്വാരകയുടെ വർണ്ണന ഈ അധ്യായത്തില് നമുക്ക് കാണാം. അങ്ങനെ പരീക്ഷിക്കാനായിട്ട് നാരദ മഹർഷി ദ്വാരകയിലേക്ക് ചെന്നു. ലീലാമാനുഷനായ ഭഗവാൻ നാരദനെ സൽക്കരിച്ച് ഭക്തിയോടുകൂടിയിട്ട് പാദപൂജ ചെയ്ത് സ്തുതിച്ചു. ഗൃഹാന്തകൂപത്തിൽ പതിച്ച് ദുഃഖിക്കുന്ന അടിയനെ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാൻ നാരദ മഹർഷിയോട് പ്രാർത്ഥിക്കുകയാണ്. സന്തുഷ്ടനായിട്ടുള്ള നാരദ മഹർഷി യാത്ര പറഞ്ഞിറങ്ങി ആ ഗൃഹത്തിൽ നിന്ന്. അങ്ങനെ ഭാമാഗൃഹത്തിൽ ചെന്ന് കയറി. അപ്പൊ ഭഗവാൻ അവിടെ സത്യഭാമയായിട്ട് ചൂത് കളിച്ച് രസിക്കുക. നാരദ മഹർഷിയെ കണ്ടപ്പോ പരിഭ്രമത്തോടെ വേഗം ആ നാരദ മഹർഷിയോ വരൂ 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 വരൂ, എന്താ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് എപ്പോഴാ വന്നത്, അപരാധം ക്ഷമിച്ച് അനുഗ്രഹിക്കണേ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഭഗവാനോട്, നാരദ മഹർഷിയോട്. അപ്പൊ നാരദ മഹർഷി ഈ രുക്മിണി ഭവനത്തിൽ ഇപ്പൊ കണ്ടേയുള്ളൂ, പിന്നെ എങ്ങനെയാ ഇപ്പൊ ഇവിടെ എത്തിയത്? ആദ്യം രുക്മിണി മന്ദിരത്തിലേക്കാണ് ചെന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഭഗവാന്റെ സൽക്കാരം കഴിഞ്ഞത്. ഇപ്പൊ ഇത് പെട്ടെന്ന് സത്യഭാമയുടെ ഗൃഹത്തിൽ വന്നത്, ഇപ്പൊ എങ്ങനെയാ ഇവിടെ എത്തിയത്? അങ്ങനെ അത്ഭുതപ്പെട്ട് നാരദ മഹർഷി അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. എന്നിട്ട് കാളിന്തിയുടെ ഗൃഹത്തിൽ ചെന്നു. അത്ഭുതം തന്നെ. അപ്പൊ ഭഗവാന്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് സഭയിലേക്കുള്ള പുറപ്പാടാണ്. നാരദനെ കണ്ട ഉടനെ ഭക്തിയോടുകൂടി വന്ദിച്ചിട്ട് പാദപൂജയൊക്കെ ചെയ്ത് അനുഗ്രഹിക്കണേ, ഞാനിപ്പോ ഇവിടെ അനുഗ്രഹീതനായി, എന്താ നാരദ മഹർഷി ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയത് എന്നൊക്കെ നാരദ മഹർഷിയോട് കുശലം പറഞ്ഞു. അവിടുന്ന് ഇറങ്ങി നാരദ മഹർഷി ജാമ്പവതിയുടെ ഭവനത്തിലെത്തി. അപ്പൊ അവിടെ ചെന്നപ്പോ ഭക്ഷണത്തിനുള്ള പുറപ്പാടാ ഭഗവാൻ. പിന്നെ വേറൊരു ഭവനത്തിൽ ചെന്നപ്പോ അവിടെ പുരാണ വായന കേൾക്കണു. മറ്റൊരു ഭവനത്തിൽ ചെന്നപ്പോ കുട്ടികളുടെ കല്യാണ തിരക്കിലാ ഭഗവാൻ. ആ നാരദ മഹർഷി ഇപ്പൊ വരാട്ടോ, അതേ നല്ല തിരക്കാണ്, അങ്ങ് ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് എന്റെ ഇടയ്ക്കും വന്ന് ഭഗവാൻ നാരദ മഹർഷിയെ സൽക്കരിച്ചു. ഇങ്ങനെ നാരദൻ അനേകം ഭവനങ്ങളിൽ പരിശോധിച്ചു. എല്ലാ ദിക്കിലും ഭഗവാനുണ്ട് എന്ന് മാത്രല്ല, ഓരോ സ്ഥലത്തും ഓരോ കാലാവസ്ഥയാണ്. ഒരു ദിക്കില് കണ്ടതായ ഭഗവാനും മറ്റേ ദിക്കിലുള്ള ഭഗവാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങനെ തോന്നും. അങ്ങനെ നാരദ മഹർഷി അത്ഭുത സ്തബ്ധനായിട്ട് നിൽക്കുമ്പോ നാരദനെ പരിശോധിച്ചുകൊണ്ട് ഭഗവാൻ വേറൊരു രൂപത്തില് നാരദന്റെ പിന്നാലെ കൂടി. ഇതും കൂടി കണ്ടപ്പോ നാരദ മഹർഷി ഭക്തി കൊണ്ട് വിവശനായി ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച് പറയാണ്, ഹേ യോഗേശ്വരേശ്വര ഭക്തവത്സല, നിന്തിരുവടിയുടെ ദിവ്യ ലീലകൾ കണ്ട് ആനന്ദിക്കാനുള്ള മോഹം കൊണ്ട് അടിയൻ പരിശോധിക്കാൻ പുറപ്പെട്ടതാണ്. അടിയനെ ഈ ദിവ്യ ലീലകളെ പാടിക്കൊണ്ട് നടക്കുവാൻ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാനോട് പറഞ്ഞു. ഭക്തോത്തമനായ ശ്രീനാരദനോട് വാത്സല്യപൂർവ്വം ഭഗവാൻ പറഞ്ഞു, അല്ലയോ ദേവർഷേ, അന്യന്മാർക്ക് ഞാൻ ധർമ്മത്തെ ഉപദേശിച്ചും ധർമ്മത്തെ അനുഷ്ഠിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു, ധർമ്മിഷ്ഠന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനായിട്ട് ഇങ്ങനെ ഒരു ദേഹം സ്വീകരിച്ചു എന്ന് മാത്രം, ഒന്നിലും ഒരു ബന്ധവുമില്ലാതെ എല്ലാം ചെയ്യണു. ഇതിനെ നേരിട്ട് കാണാൻ ശ്രമിച്ച അങ്ങയോട് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇങ്ങനെ പറഞ്ഞ ശ്രീനാരദനെ ഭഗവാൻ അനുഗ്രഹിച്ചു. കൃതാർത്ഥനായ നാരദ മഹർഷി ഭഗവാന്റെ ഈ അത്ഭുത ലീലകളെ ഭക്തോത്തമനായ ധർമ്മപുത്രരോടൊന്ന് പറയണം എന്ന് വിചാരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയാവുകയാണ്. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ ഏകോനസപ്തതിതമോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗംഗണപതയേ നമഃ. സംസരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീരാജോവാച നരകം നിഹതം ശ്രുത്വാ തഥോദ്വാകം ച യോഷിതാം കൃഷ്ണേനൈകേന ബഹ്വീനാം തദ്ദിദൃക്ഷുസ്മ നാരദ. 69ാമത്തെ അധ്യായത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീനാരദന് തന്റെ അമാനുഷ പ്രഭാവം പ്രദർശിപ്പിച്ചത് വർണ്ണിക്കുകയാണ്. നരകാസുരവധം കഴിഞ്ഞ ഉടനെയാണ് ഈ കഥ ശരിക്കും വർണ്ണിക്കേണ്ടത്. അപ്പോ വേറൊരു കഥ പറയേണ്ടി വന്നതുകൊണ്ട് ഇപ്പോ അത് വിവരിക്കുകയാണ്. ഭഗവാൻ നരകാസുരനെ വധിച്ചു. നരകാസുരൻ ബന്ധനത്തിലിട്ടിരുന്ന അനേകം സ്ത്രീകളെ ശ്രീകൃഷ്ണ ഭഗവാൻ വിവാഹം ചെയ്തു എന്ന ആ വൃത്താന്തം നാരദൻ കേട്ടപ്പോ ഇത്ര അധികം ഭാര്യമാരോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാൻ രമിച്ചിരിക്കുന്നത് ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം നാരദ മഹർഷിക്ക് ഉണ്ടായി. ചിത്രം ബദേതദേകേന വപുഷായുഗവൽ പൃഥക് ഗൃഹേഷു ജ്യേഷ്ഠസാഹസ്രം ത്രിയേക ഉദാവഹത്. ഒരാള് 16,000 സ്ത്രീകളെ കല്യാണം കഴിച്ചു, അതും ഒരേ സമയത്ത് വെവ്വേറെ ഗൃഹങ്ങളിൽ വെച്ച്. ഇതൊരു ആശ്ചര്യം തന്നെ. ഇത്യുത്സുകോ ദ്വാരവതീം ദേവർഷിർ ദ്രഷ്ടുമാഗമൽ പുഷ്പിതോ ഭവനാരാമദ്വിജാളി കുലനാദിതാം. ഇങ്ങനെ ആലോചിച്ച നാരദ മഹർഷി ഭഗവാന്റെ ഈ മായാവൈഭവം കാണണം എന്നുള്ള കൗതുകത്തോടുകൂടി ദ്വാരകയിൽ വന്നു. സർവമംഗളസ്വരൂപനായ ഭഗവാൻ വസിക്കുന്ന ആ ദ്വാരവതിയുടെ മനോഹരമായ വർണ്ണന ആർക്കും അത് വർണ്ണിക്കാൻ പറ്റില്ല. എങ്കിലും ശ്രീ വേദവ്യാസൻ ഭക്തന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് വിവരിക്കുകയാണ്. ദ്വാരകാപുരിയുടെ സമീപ പ്രദേശത്തിലുള്ള ഉദ്യാനങ്ങളും ആരാമങ്ങളും ബഹുവിധ പുഷ്പലതാ വൃക്ഷാദികളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അതിലുള്ള പൂന്തേൻ നുകർന്ന് ആനന്ദിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പക്ഷികളുടെയും മുരണ്ടു പറക്കുന്ന വണ്ടുകളുടെയും മധുരനാദങ്ങളാൽ ദ്വാരകാപുരി തന്റെ സമീപത്തേക്ക് വരുന്ന ദേവർഷിയോട് മധുരഭാഷണം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണോ എന്ന് തോന്നുന്നു. എന്താ ഭാവന അല്ലെ. ഉൽഫുല്ലേന്ദീവരാംഭോജ കൽഹാരകുമുദോൽപലൈ ചുരിതേഷു സരസ്സുച്ചൈ കൂജിതാം ഹംസസാരസൈ. പൂന്തോട്ടങ്ങളില് അവിടെയുള്ള തടാകങ്ങളില് ചെന്താമര, നീലത്താമര, കൽഹാരം, ആമ്പല മുതലായ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു. ആ പൂക്കളുടെ ഉള്ളിലെ തേൻ കുടിക്കാനും ദളങ്ങൾ ഭക്ഷിക്കാനുമായി വന്നിരിക്കുന്ന ഹംസം, ഉളക്കോഴി മുതലായ പക്ഷികള് ഉച്ചത്തിലിങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാസാദലക്ഷേ നവഭിർജുഷ്ടാം സ്ഫാടികരാജതൈ മഹാമരതകപ്രഖ്യൈ സ്വർണരത്നപരിച്ഛദൈ. ധനികന്മാരുടെ ആ സ്വർണ്ണ ഭവനങ്ങള് ആ ദ്വാരകാപുരിയിലെ അനേകമുണ്ട്. ധനസമൃദ്ധി എത്രയുണ്ടെന്ന് കണ്ടാൽ അപ്പോ തന്നെ മനസ്സിലാവും. മേൽപ്പൂരകള് സ്വർണ്ണ തകടുകളും വെള്ളിത്തകടുകളും കൊണ്ട് നിർമ്മിച്ചതാണ്. മഹാമരതകക്കല്ലുകൾ അവിടെ പതിച്ചിരിക്കുന്നതിൽ നിന്ന് പുറപ്പെടുന്ന ആ പ്രകാശരശ്മികള് കാണികളുടെ ഹൃദയത്തെ ആശ്ചര്യത്തിൽ മുക്കുന്നു. ഗൃഹങ്ങളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ സ്വർണം കൊണ്ടും രത്നങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയവയാണ്. വിഭക്തരഥ്യാവതചത്വരാവണൈ ശാലാസഭാഭി രുചിരാം സുരാലയൈ സംസിക്തമാർഗാങ്കണ വീഥിദേഹളീം
പതൽ പതാകാധ്വജ വാരിതാതപാം. ബഹുജനങ്ങൾക്ക് ഒന്നായിട്ട് സാധാരണ സഞ്ചരിക്കാനുള്ള രാജമാർഗങ്ങളെയും ഊടുവഴികളെയും അതതിന്റെ സ്ഥിതിക്കനുസരിച്ച് അങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. സാധാരണക്കാരുടെ ഗൃഹമുറ്റങ്ങളും പിന്നെ അങ്ങാടി തെരുവുകളും ഒരു കുപ്പകളൊന്നുമില്ലാതെ ഏറ്റവും വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. ബഹുജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അന്നം സംഗ്രഹിച്ചിങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന സത്രങ്ങള്, നാനാദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള സഭാമന്ദിരങ്ങള്, മഹാക്ഷേത്രങ്ങള് ഇവയാൽ അതിമനോഹരമായിരിക്കുന്നു. സാധാരണ വഴികളും മുറ്റങ്ങളും തെരുവുകളും തിണ്ണകളും ഒക്കെ ചന്ദനം, കർപ്പൂരം മുതലായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ കലക്കിയ വെള്ളം തളിച്ച് നനച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, പട്ടണം മുഴുവനും ഇങ്ങനെ ഒരു സുഗന്ധം വ്യാപിച്ചിരിക്കുക. അവിടെ ഇവിടെ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന കൊടിക്കൂറകള് കാറ്റിൽ പറന്ന് ഒന്നോടൊന്നും ചേർന്നുകൊണ്ടിരുന്നതിനാൽ വെയില് ഭൂമിയിൽ പതിക്കാതെ ഒരു സ്ഥലത്തും വെയില് ഭൂമിയിൽ പതിക്കില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും നിഴലായിരിക്കുന്നതിനാൽ സഞ്ചരിക്കുന്നവരെ ആ ചൂടിൽ നിന്നും ഒരു ചൂടുമില്ല സഞ്ചരിക്കുന്നവർക്ക്. അങ്ങനെ പട്ടണം മുഴുവനും മേലാപ്പ് കെട്ടിയിരിക്കുക, ആർക്കും വെയിൽ കൊള്ളാതെ നടക്കാം. അപ്പൊ ഇതെന്താ നമുക്ക് മനസ്സിലാവുന്നത്, ഇങ്ങനെ അന്നത്തെ ആ നഗര ശുചീകരണം അത്രയോ കാലം മുമ്പുള്ളതല്ലേ. നഗര ശുചീകരണം, ധനസമൃദ്ധി മുതലായിട്ടുള്ള ആ കാര്യങ്ങള്, അന്നത്തെ ആ നഗര ശുചീകരണം, ധനസമൃദ്ധിയൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലൊക്കെ നടക്കുകയാണെങ്കിൽ മൂക്ക് കുത്താണ്ട് നടക്കാൻ പറ്റില്ല. അങ്ങനെയാ ഓരോ സ്ഥലത്തും മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടിരിക്കുക അല്ലെ. പുരാതന കാലത്തുണ്ടായിരുന്ന ആ നഗര ശുചീകരണവും സമ്പൽ സമൃദ്ധിയും ഇക്കാലത്ത് ഭാരതത്തില് പല സ്ഥലത്തും കാണുന്നില്ല എന്നുള്ളത് നമുക്ക് അനുഭവമാണ്. ഇത് വളരെ ദുഃഖകരമായ ഒരു സംഗതി തന്നെയാണ്. തസ്യാമന്തഃപുരം ശ്രീമദർച്ചിതം സർവധിഷ്ണ്യപൈ ഹരേ സ്വകൗശലം യത്ര ത്വഷ്ട്രാകാർഷ്ണേന ദർശിതം. ആ ദ്വാരകാപുരിയിലെ ശ്രീകൃഷ്ണന്റെ ഭാര്യമാർക്ക് പ്രത്യേകം ഓരോ അന്തഃപുരമുണ്ട്. ആ പട്ടണത്തിലുള്ള എല്ലാ ഗൃഹങ്ങളെക്കാളും അത്യുന്നതങ്ങളായി കാണപ്പെടുന്ന ആ 16,000 ഭവനങ്ങളിൽ ഒന്നിൽ ശ്രീനാരദൻ പ്രവേശിച്ചു. ഈ എല്ലാ ഭവനങ്ങളും സാക്ഷാൽ വിശ്വകർമാവ് ഭഗവാന്റെ കൽപ്പന പ്രകാരം നിർമ്മിച്ചതാണ്. അതുകൊണ്ട് വിശ്വകർമാവിന് ശില്പശാസ്ത്രത്തിലുള്ള ആ നൈപുണ്യം മുഴുവനും അവിടെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. സാക്ഷാൽ ഭഗവാന്റെ വാസസ്ഥാനമായതുകൊണ്ട് ഈ ഭവനങ്ങളെ ദിക്പാലന്മാർ പൂജിച്ചു കൊണ്ടിരിക്കുന്നതും അനന്തമൂർത്തിയായ ഭഗവാനെ സേവിക്കാൻ അനന്തരൂപത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്ന സാക്ഷാൽ ശ്രീ ഭഗവതി എല്ലാറ്റിലും വസിക്കുന്നതും ഭക്ത ശിരോമണിയായ നാരദ മഹർഷിക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിച്ചു. എല്ലാവരും എല്ലാം കാണും എങ്കിലും അതില് പ്രകാശിക്കുന്ന ഭഗവാന്റെ മഹിമ ഭക്തിഭൂതമായ അന്ധകരണമുള്ള നാരദാദികൾക്ക് മാത്രമേ സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.